ശരി ശ്രീ എ ഷാക്കിർ, ഇതിപ്പോൾ ഈ ലീഗിൻ്റെ ഐക്യറാലി അത് പുതുമയുള്ള ഒന്നല്ല, അതിനൊരു രാഷ്ട്രീയവും കാണേണ്ടതില്ല. പക്ഷേ ഈ CPIM വളരെ നേരത്തെ തന്നെ ഇങ്ങനെ ഒരു റാലി നടത്താൻ തീരുമാനിക്കുകയും അത് വലിയ ജനപങ്കാളിത്തത്തോടു കൂടി നടത്തുകയും ചെയ്തു. അവിടേക്ക് പലസ്തീൻ അംബാസിഡർ അടക്കം എത്തുന്ന ഒരു സാഹചര്യവുമൊക്കെ ഉണ്ടായി. അപ്പോഴാണോ പെട്ടെന്നൊരു റാലി സംഘടിപ്പിക്കാമെന്നൊരു തോന്നൽ ലീഗിനുണ്ടായത്? അല്ല, പിന്നെ അഭിലാഷ്, എറണാകുളം മറൈൻ ഡ്രൈവില് മുസ്ലിം ലീഗ് സംഘടിപ്പിച്ച ഈ ഫലസ്തീൻ ഐക്യദാർഢ്യ റാലി ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ലേ? ശ്രദ്ധയിൽപ്പെട്ടിരുന്നു. അതാണല്ലോ ഞാൻ സൂചിപ്പിച്ചത്. ആ പരിപാടിയിൽ പങ്കെടുക്കാനാണ് പലസ്തീൻ അംബാസിഡർ വന്നിട്ടുള്ളത്. ആ വന്ന സമയത്ത് അദ്ദേഹം ഇവിടെ സ്വാഭാവികമായും ഇപ്പൊ പലസ്തീൻ നടക്കുന്ന നമുക്കറിയാം. ലോകത്തെ മനസാക്ഷിയുള്ള എല്ലാ മനുഷ്യരും അവർക്ക് പലസ്തീൻ ജനതയ്ക്കൊപ്പമാണ്. അതിക്രൂരന്മാരായിട്ടുള്ള ഇസ്രായേലും അമേരിക്കയും ഉൾപ്പെടെയുള്ള ക്രൂരന്മാർക്കെതിരെ എല്ലാ രാജ്യത്തെ 194 രാജ്യങ്ങളിൽ 12 രാജ്യം ഒഴികെയുള്ളവരെല്ലാം അവർക്കൊപ്പമാണ്. അപ്പൊ അത് പുതുമയുള്ള, നിങ്ങൾ പറഞ്ഞ മാതിരി ലീഗ് ഐക്യദാർഢ്യം ഞാൻ പറയുന്നത് തെറ്റെങ്കിൽ താങ്കൾക്ക് തിരുത്താം. താങ്കൾ ഇപ്പോൾ ഈ എറണാകുളത്തെ കാര്യം പറഞ്ഞത് കൊണ്ടാണ്. ഈ എറണാകുളത്തേതുപോലെയൊക്കെ സംഘടിപ്പിക്കുന്ന പശ്ചാത്തലത്തിൽ ഈ കോഴിക്കോട് ഇങ്ങനെയൊരു റാലി നടത്തണമെന്നത് നേരത്തെ തീരുമാനിക്കുകയോ ആസൂത്രണം ചെയ്യുകയോ ചെയ്തതല്ല എന്നുള്ളതാണ് എനിക്ക് ലഭിച്ച വിവരം. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത് താങ്കളോട്. കറക്റ്റാണ് അഭിലാഷ്, കറക്റ്റാണ് പറഞ്ഞത്. അതെ, മുസ്ലിം ലീഗ് വലിയ റാലി എറണാകുളത്താണ് നടത്തിയത്. നിങ്ങൾ നോക്കണം, മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം ഇന്ന് കോഴിക്കോട് ജില്ലാ യൂത്ത് ലീഗ് മനോഹരമായ റാലി കോഴിക്കോട് നടത്തിയിട്ടുണ്ട്. ഈ CPM-നേക്കാൾ ശക്തമായി ജനപങ്കാളിത്തമുള്ള യുവജന പങ്കാളിത്തമുള്ള റാലി വളരെ ആത്മാർത്ഥമായി ആ വിഷയത്തിൽ ഇടപെട്ടുകൊണ്ട് കാലങ്ങളെ നടത്തുന്നതാണ്. നിങ്ങൾ മനസ്സിലാക്കുക, ഞാൻ ഈ ജനപങ്കാളിത്തം എന്നത് വലിപ്പച്ചെറുപ്പത്തിൽ സൂചിപ്പിക്കാൻ പറഞ്ഞതല്ല. പക്ഷെ ആ വിഷയത്തെ അഡ്രസ് ചെയ്യുന്ന ഇടത്തെ നിശ്ചയിക്കുക, ആ ജനതയെ ഒപ്പം നിർത്തുക, അങ്ങനെ ഒരു കാര്യമുണ്ടല്ലോ. അത് രാഷ്ട്രീയമായി CPIM കുറച്ച് മുന്നേറിയുന്നു എന്നേ, അത് രാഷ്ട്രീയമായി തന്നെ നമ്മൾ കണ്ടാൽ മതി. അഭിലാഷ്, ഞാൻ പറയട്ടെ പ്ലീസ്, ഇത് CPM-ന്റെ ദുരുദ്ദേശമാണ്, അതൊരു സംശയമില്ല. CPM-ന് ഈ കാര്യത്തിൽ ഇപ്പൊ നേരത്തെ ശ്രീ സമ്പത്ത് പറഞ്ഞിട്ടുള്ളൊരു വസ്തുതാപരമായ തെറ്റുണ്ട്. യാസർ അറഫാത്ത് EMS-നെ കാണാൻ കേരളത്തിൽ വന്നു എന്നൊക്കെ പറഞ്ഞാൽ അത് വിശ്വസിക്കാൻ മാത്രം മണ്ടന്മാരാണ് നമ്മൾ. നിങ്ങൾ നോക്ക്, 2004 സെപ്റ്റംബർ 18-ാം തീയതി ചിത്രമാണ്. പറഞ്ഞു വരുമ്പോൾ ഒറ്റ സെക്കൻഡ് മിസ്ലീഡ് ചെയ്യുന്ന നിലയിലേക്ക് ഞാൻ പറഞ്ഞ കാര്യത്തെ വളച്ചൊടിച്ചുകൊണ്ട് ഇങ്ങനെ പോകുന്നത് ഇടപെടുകയല്ല. ചെങ്ങാതി നുണ പറഞ്ഞപ്പോൾ ശ്രീ സാക്കിർ, അതിലെന്താണ് അദ്ദേഹം പറഞ്ഞിട്ടില്ലാത്ത കാര്യം അങ്ങനെ പറഞ്ഞില്ല എന്ന് ഇടപെടുന്നതിൽ എന്താണ് നമുക്ക് തെറ്റ്? താങ്കൾ തടസ്സപ്പെടുത്തിയതല്ല. ഞാൻ പറയാം. അതായത് 2004 സെപ്റ്റംബർ 18-ാം തീയതി അന്നത്തെ പലസ്തീൻ പ്രസിഡന്റ് ആയിരുന്ന യാസർ അറഫാത്തിനെ പലസ്തീനിൽ പോയി കാണുകയും ഇന്ത്യയുടെ 20 ടാറ്റ സഫാരി കാറ് ഇന്ത്യ ഗവൺമെന്റിന്റെ വകയായി ആ രാജ്യത്തെ ഗവൺമെന്റിന് കൊടുക്കുകയും മില്യൺ കണക്കിന് ഡോളർ യാസർ അറഫാത്തിന് കൈമാറുകയും എത്രയോ കോടിക്കണക്കിന് രൂപയുടെ മെഡിസിൻ അവിടെ എത്തിക്കുകയും ചെയ്ത നേതാവിന്റെ പേര് അഹമ്മദ് എന്നാണ്. അത് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ പ്രസിഡന്റ് ആയിരുന്നു, കേന്ദ്രമന്ത്രിയായിരുന്നു. അതോടൊപ്പം തന്നെ അവിടെ ആദ്യകാലത്ത് ഇന്തിഫാദയുടെ സമയത്ത് ഈ കുട്ടികൾ മിഠായി കൊണ്ട് പിന്നെ പ്രതിരോധം നടത്തിയപ്പോ അന്ന് ഇന്ത്യയിൽ നിന്ന് മിഠായിയുമായി പലസ്തീനിലേക്ക് പോയ ഒരു നേതാവുണ്ട്. അത് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ നേതാവായിരുന്ന ഇബ്രാഹിം സുലൈമാൻ സെട്ട് സാഹിബായിരുന്നു. അങ്ങനെ നിങ്ങൾ നോക്കുക, ഇപ്പൊ അദ്ദേഹം പറഞ്ഞല്ലോ ഇന്ത്യയിൽ എവിടെയാണെങ്കിലും ഞങ്ങൾ ഐക്യദാർഢ്യം നിന്നോ. ഞാൻ ചോദിക്കണം, പക്ഷേ ഇവരെന്താ കോഴിക്കോട് സെലക്ട് ചെയ്യാൻ കാരണം? ഇവരെന്തുകൊണ്ടാണ് ഫലസ്തീൻ ഐക്യദാർഢ്യം തിരുവനന്തപുരത്ത് നടത്താതിരുന്നത്? എന്താ കണ്ണൂരിൽ നടത്താതിരുന്നത്? ഞങ്ങൾ നടത്തിയ എറണാകുളത്ത്. ഞാനൊരു കാര്യം കൂടി സൂചിപ്പിക്കാം. ഇന്ത്യ രാജ്യത്ത്, ഇന്ത്യയുടെ തലസ്ഥാനത്ത് ഡൽഹിയിൽ ഒരേ ഒരു സംഘടന മാത്രമാണ് ഫലസ്തീൻ ഐക്യദാർഢ്യ റാലി നടത്തിയത്. ആ സംഘടന പേര് മുസ്ലിം ലീഗിന്റെ യുവജന വിഭാഗമായ മുസ്ലിം യൂത്ത് ലീഗാണ്. ഞാനെങ്കിൽ താങ്കളോടൊന്ന് തിരിച്ചു ചോദിക്കട്ടെ, പിന്നെ എന്തിനാണ് മുസ്ലിം ലീഗിന് ഷാക്കിറിനടക്കം കോഴിക്കോട് ഇങ്ങനെ ഒരു റാലി ഈ എറണാകുളത്തിന് പുറത്ത് നടത്തേണ്ടി വന്നത്? അല്ല, ഞങ്ങള് ഈ ഫലസ്തീൻ റാലി ഇപ്പൊ മാത്രം നടത്തുന്നത്. ഞാൻ പറഞ്ഞല്ലോ, 957 മുതൽ ഫലസ്തീൻ ദിനം ആചരിക്കുന്ന പാർട്ടിയാണ് മുസ്ലിം ലീഗ്. നിങ്ങൾ എന്താ മനസ്സിലാക്കിയ? ഇത് തെരഞ്ഞെടുപ്പിന് തൊട്ട് പുറകെ ഇപ്പൊ സദ്ദാം ഹുസൈന്റെ ഫോട്ടോ വെച്ച് മലപ്പുറത്ത് തെരഞ്ഞെടുപ്പ്, ഒരു പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് നേരിട്ടിരുന്നു. ഇവരെ രാഷ്ട്രീയ കാപ്പട്ടി നിങ്ങൾ നോക്ക്. ഈ CPM-നെ സംബന്ധിച്ചിടത്തോളം ഇവര് ഈ വൈകാരികമായ വിഷയങ്ങൾ ഏറ്റെടുത്ത് വികസന കാര്യങ്ങൾ, ഇവരെ ഭരണപരാജയം മറച്ചു വെക്കാൻ ഇങ്ങനെയുള്ള ആളുകളെ ഉപയോഗപ്പെടുത്തി വോട്ട് നേടി ഭരണത്തിലേറുക എന്ന ലക്ഷ്യം മാത്രമേ ഉള്ളൂ. ഇവർക്കൊരു കാര്യം കൂടിയുണ്ട്. ഇപ്പൊ നിങ്ങൾ നോക്ക്, ഇപ്പൊ 2 ദിവസം മുമ്പ് കണ്ണൂർ അഞ്ചരക്കണ്ടിയിൽ സ്കൂൾ കലോത്സവത്തിൽ കുട്ടികള് കോൽക്കളി അവതരിപ്പിച്ചപ്പോ
ഫലസ്തീന്റെ ചിത്രമുള്ള ടീഷർട്ട് ധരിച്ചതിന് CPM അനുകൂല സൊസൈറ്റി ആ കർട്ടൻ താത്തിയത് നമ്മൾ കണ്ടതല്ലേ? ഉള്ളിലിരിപ്പ് എന്താണ്? അങ്ങനെ അത് മാത്രം നമ്മൾ പറഞ്ഞു പോയാൽ മതിയോ? അങ്ങനെയെങ്കിൽ സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ ഒരു തീവ്രവാദിയെ ചിത്രീകരിച്ചപ്പോൾ അതൊരു മത സാമുദായിക വിഭാഗത്തിൽപ്പെട്ട ആളിൻ്റെതിന് സമാനമായ രീതിയിലായിരുന്നു. അതിന് ഇതേ CPM-ന്റെ സർക്കാർ അതിരൂക്ഷമായി വിമർശിച്ചു. അത് ചോദ്യം ചെയ്തു. അല്ലല്ല, ഞാൻ പക്ഷം ചേർന്നതല്ലേ, അങ്ങനെയല്ല. എന്റെ ചോദ്യം, ഈ വിഷയത്തെ നമ്മൾ നോക്കിക്കാണുന്നത് ഇത് രാഷ്ട്രീയമായി. ചോദ്യം ഇത്രയാണ്, ഈ ഐക്യദാർഢ്യം രാഷ്ട്രീയ പ്രേരിതമാണ്, ദുരുദ്ദേശപരമാണ്. CPM-ന്റെ ദുരുദ്ദേശപരമാണ്. അതാണ് ചോദ്യം. അതങ്ങനെയെങ്കിൽ താങ്കൾക്ക് പറയാം, തീർച്ചയായും പറയാം. ദുരുദ്ദേശപരമാണ്, സംശയമില്ല. ഞങ്ങൾ ഡൽഹിയിൽ യൂത്ത് ലീഗ്, ഞാൻ ഉൾപ്പെടെയുള്ള യൂത്ത് ലീഗ് നേതൃത്വം ഡൽഹിയിൽ നരേന്ദ്രമോദി പെർമിഷൻ തരാഞ്ഞിട്ടും പലസ്തീൻ ഐക്യദാർഢ്യ റാലി നടത്തിയിട്ടുണ്ട്. എന്നാൽ ഈ CPM തിരുവനന്തപുരത്തോ മറ്റു സ്ഥലത്ത് പോയി നടത്തട്ടെ. ഇവർ നോക്ക്, ഇവർ വേറെ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. എന്താണോ ഇവർക്ക് വോട്ട് നേടാനുള്ള ആയുധങ്ങൾ അത് ഉപയോഗപ്പെടുത്തി വോട്ട് തട്ടുക എന്നല്ലാതെ സത്യസന്ധമായി ഒരു നിലപാട് സ്വീകരിക്കാൻ ഇവർക്ക് കഴിയുമോ? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്, ഇന്ത്യ രാജ്യം കാലങ്ങളായി പലസ്തീനൊപ്പമാണ്. സോവിയറ്റ് റഷ്യയെ കുറിച്ച് നിങ്ങൾക്ക് ഇപ്പൊ നേരത്തെ റഹ്മത്തുള്ള പറഞ്ഞതിൽ എനിക്ക് ചില സംശയങ്ങളുണ്ട്. സോവിയറ്റ് റഷ്യ ഈ 1917 മുതൽ റഷ്യ ശക്തമായ കാലത്ത് ഒരു കാലത്തും ഇസ്രായേലിനെതിരെ നിന്നിട്ടില്ല. ഈ അടുത്ത കാലത്ത് നിന്നിട്ടില്ല. 1967 ഈ ഇസ്രായേൽ ഈജിപ്തിനെ ആക്രമിക്കുന്നുണ്ട്. ഈജിപ്തിനെ ആക്രമിക്കുമ്പോൾ നാസർ ജമാലിന്റെ ഗവൺമെന്റുമായി റഷ്യക്ക് ഒരു കരാറുണ്ടായിരുന്നു. ആ കരാർ ഈജിപ്തിനെ ആരെങ്കിലും ആക്രമിച്ചാൽ സോവിയറ്റ് റഷ്യ പ്രതിരോധിക്കാൻ വരും, വിമാനങ്ങൾ അയക്കും, ആയുധങ്ങൾ അയക്കും എന്നായിരുന്നു. എന്നാൽ ഇസ്രായേല് അതിക്രൂരമായി ആക്രമിക്കാൻ പോയപ്പോ സോവിയറ്റ് റഷ്യ മിണ്ടാതിരുത്തിക്കാണ്, ആ കരാർ ലംഘിച്ചിക്കാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇവരെ ഈ സോവിയറ്റ് റഷ്യ ആണെങ്കിലും കമ്മ്യൂണിസ്റ്റുകാരാണെങ്കിലും ഈ വാക്ക് കൊണ്ട് കസർത്ത് കാണിക്കുകയല്ലാതെ സത്യസന്ധമായി അവർക്ക് സംരക്ഷണം കൊടുക്കേണ്ട സമയത്ത് കൂടെ നിൽക്കാൻ തയ്യാറായിട്ടില്ല എന്നാണ് ഇപ്പൊ ഐക്യദാർഢ്യം കാണിക്കുന്നത്. നമ്മൾ അവരെ അംഗീകരിക്കുകയാണ്. നിങ്ങൾ അങ്ങനെ പല താല്പര്യമാണെങ്കിൽ പോലും നടത്തുന്നുണ്ടല്ലോ. പക്ഷെ നിങ്ങളുടെ ഉദ്ദേശം സംശയാസ്പദമാണ്. അത് സംശയമില്ല. കാരണം അഞ്ചരക്കണ്ടിലെ CPM നിയന്ത്രണത്തിലുള്ള സ്കൂളിൽ ആ കുട്ടികൾ കോൽക്കളി അവതരിപ്പിക്കുമ്പോൾ ടീഷർട്ട് ധരിച്ചതിന് കർട്ടൻ താത്തിയ CPM നേതാവ് അധ്യാപകരായിട്ടുള്ള സ്കൂൾ അത് ശ്രീ ഷാക്കിർ, താങ്കൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കൂ. അതിന് നമ്മൾ ഈ വിഷയത്തോട് ചേർത്തുകൊണ്ടുള്ള രാഷ്ട്രീയമാണ്. അതൊരു കലാവേദിയാണ്. സ്വാഭാവികമായും ഇവർ നോക്ക്, ഞാൻ ചോദിക്കട്ടെ വേറെ കാര്യം. ഈ ലോകത്തിലെ ഏറ്റവും വലിയ കൂടുതൽ മനുഷ്യരെ കൊന്ന മനുഷ്യന്റെ പേരെന്താ അറിയും? അല്ല, അത് അങ്ങനെയല്ലോ. ഒറ്റ മിനിറ്റ്, ഒരു മിനിറ്റ്. ആ ജോസഫ് സ്റ്റാലിനെ കേരളത്തിലെ CPM ഓഫീസുകളുടെ എല്ലാ അദ്ദേഹത്തിന്റെ ഫോട്ടോ ഇല്ലേ എടുത്തെറിയാൻ പറയും. സ്റ്റാലിന്റെ ഫോട്ടോ അല്ല, 20 ദശലക്ഷം ആളുകളാണ് സ്റ്റാലിൻ കൊന്നിട്ടുള്ളത്. അവരെ ആരാധിക്കുന്ന പൂജിക്കുന്ന പാർട്ടിയാണ് CPM. എന്നിട്ട് ഇവർക്ക് എവിടെയാണ് മനുഷ്യത്വം? ഇവർക്ക് ഏത് കാലത്താണ്? ഇപ്പൊ കേരളത്തിലെ ആദ്യത്തെ രാഷ്ട്രീയ കൊലപാതകത്തിലെ പ്രതിയുടെ പേര് ഇന്ന് കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ പേരും ഒന്നാണ് അല്ലേ? ഇവർക്ക് മനുഷ്യത്വമുണ്ടോ? അല്ല, എനിക്കത് ടെക്നിക്കലി ഒന്നും സ്ഥിരീകരിക്കാൻ പറ്റില്ല. കേരളത്തിലെ മുഖ്യമന്ത്രിയാണോ ആദ്യത്തെ കൊലപാതകയുടെ പേര് എന്നുള്ളത് താങ്കൾക്കത് ആരോപിക്കാം. പക്ഷേ താങ്കൾ ഈ കോൽക്കളിയുടെ കാര്യം പറഞ്ഞത് കൊണ്ടാണ്. അതൊരു കലാവേദിയാണ്, മാറ്റുരയ്ക്കുന്ന വേദിയാണ്, മത്സരവേദിയാണ്. അവിടെ സാധാരണ നിലയിൽ നമ്മൾ എവിടെയും ഒരു ആഘോഷത്തിന്റെ ഭാഗമായോ ഒന്നും അത്തരം പ്രവൃത്തികൾ കണ്ടിട്ടില്ല. അതൊരു പക്ഷേ ഈ മാനുവലിന് ചേരാത്ത ഒന്നായിരിക്കാം. അതിന് നമ്മൾ രാഷ്ട്രീയമായാണോ കാണേണ്ടത് എന്ന സംശയമാണ് ഞാൻ ഉന്നയിച്ചത്. മാനുവലിന് ചേരാത്തതാണെങ്കിൽ ആ കുട്ടികൾക്ക് മാർക്ക് കൊടുക്കാതിരുന്നാ പോരെ? അല്ലാണ്ട് കുട്ടികൾ പഠിച്ച് വന്നിട്ട് അവതരിപ്പിക്കുമ്പോ പരിപാടി സ്റ്റാർട്ട് ചെയ്ത പിന്നെ കർട്ടൻ താത്തല, അതെന്ത് പരിപാടിയാ? CPM-കാരുടെ മനസ്സിന്റെ യഥാർത്ഥ ചിത്രമാണ് അഞ്ചരക്കണ്ടിയിൽ കണ്ടിട്ടുള്ളത്. ഇവർക്ക് വോട്ട് വേണം. ഇവരെ കുറിച്ച് CPM-കാരെ നമുക്കറിയാലോ. നാട്ടിൽ അത്യാവശ്യം